നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ധാബയിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം സമയം ഇന്ന് നേരം വൈകി 9:15 അല്ലേ? 9:15. ഇന്നലെ മഴ ആയതുകൊണ്ട് നല്ല രീതിയിൽ കിടന്നുറങ്ങാനൊക്കെ പറ്റി. ഉണ്ടോ മഴൻ്റെ എല്ലാവിധ ലക്ഷണവും ഇവിടെ ഉണ്ട്. നല്ല പെരുമഴ പെയ്തിട്ടൊന്നുമില്ല, എന്നാൽ തിരക്കേടില്ലാത്ത ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നല്ല മഴ തന്നെയാണ് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. ഇവിടെ നിന്ന് ഓരോ ഗ്ലാസ് ചായ കുടിച്ചു. അത് രാവിലെ ഞാൻ തീരെ ഒന്നും കഴിക്കേണ്ടി വരും. അപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ബിസ്ക്കറ്റ് ഞങ്ങൾ കൂട്ടിയില്ല. നമ്മൾ ഇവിടുന്ന് കുറച്ചേരം പോയിട്ട് നമ്മൾ കുക്ക് ചെയ്യണം. ഇപ്പോൾ റവ ഉണ്ടാക്കണം, ചോറും കറിയും ഉണ്ടാക്കണം. ഞങ്ങൾ ചിക്കനെ കിട്ടും കരുതി, പക്ഷേ എങ്കിൽ ഇന്ന് ഇവിടെ ഉള്ളിലായതുകൊണ്ട് ചിക്കനെ കിട്ടില്ല. നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഫോർട്ടിലേക്കാണ്, കാലേജാർ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ടിലേക്കാണ് പോകുന്നത്. അതുള്ളത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിലേക്ക് ഇന്ന് നമ്മൾ കയറും. അത് ഉത്തർപ്രദേശിലേക്ക് കയറിയാൽ നമുക്ക് കാണാം. പിന്നെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ വാരണാസി പിടിക്കുക. ശരിക്കും നമ്മൾക്കിത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ വരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. കാരണം ഇന്നും നമ്മൾ ഇന്നലെ പോകുന്ന വഴിക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ഒന്നിലേറെ ഇന്നലെ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അത് സാരല്ല അല്ലേ? പിന്നെ സമയം ഒരുപാടായി. പിന്നെ ഇന്നലെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് എവിടെയൊക്കെ കൂട്ടി കയറാന്നുള്ളൊരു മൈൻഡ് ഞങ്ങൾക്ക്. കുഴപ്പമില്ലെന്ന്. അതെ. അപ്പോൾ എന്തായാലും അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്ക് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓട്ടോ ലൈഫ് തികച്ചും ഓട്ടോ ലൈഫാണ്. ആ രീതി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി ഓരോ സ്ഥലങ്ങളിലും പോയി വിസിറ്റ് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും കൂടി പറഞ്ഞു തന്ന് കാണിച്ചു തന്നില്ലേ? എൻജോയ് ചെയ്യുക. കാണുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ധാബ. അവിടെ നിന്ന് ഇങ്ങനെ പോന്നപ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയാണ്. പഴയ ബിൽഡിംഗ് ആയിട്ട് കിടക്കുന്ന, ഇവിടെ പണ്ട് എന്തോ പ്രവർത്തിച്ചിരുന്നു. ധാബയല്ല, മറ്റെന്തോ ഒന്ന് പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഈ കാണുന്ന ടവറൊക്കെ വെറുതെയാണ്, നമ്മളൊന്നും ഒന്നുമില്ല, സിഗ്നൽ കാര്യമൊന്നും ഇല്ലാതെ കിടക്കുന്ന ടവറാണ്. അരി 2 പാട്ട 2 ഗ്ലാസ് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അവൻ. കുക്കിങ് നമ്മളിവിടെയാണ് ചെയ്യുന്നത്. നമ്മളെ അടുപ്പത്ത് ചായ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ചായ അത്യാവശ്യം നമുക്ക് ഒരു 2-3 നേരം കുടിക്കാനുള്ളതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ കുടിച്ചിട്ട് ഇനി വൈകിട്ട് കുടിക്കണം, പിറ്റേ ദിവസം രാവിലെയും കുടിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ കുടിക്കാത്തതുകൊണ്ട് ധാബയിൽ കുടിക്കേണ്ടി വന്നു. ഇത് ഓരോ ദിവസം നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ചിലവ് താങ്ങാൻ പറ്റണില്ല. അല്ലടാ, ചിലവ് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്ത് പോകാം. എന്താ കറി? വേറെ ഒന്നും ഇല്ലല്ലേ നമ്മുടെ അടുത്ത്. ചായ ആയി തുടങ്ങി കേട്ടോ. ഇത് റവയാണ്, 1/2 കിലോനാണ്. 1/2 കിലോന് ഇതിന്മേ കൊടുത്തിട്ടുള്ള 25 ഉറുപ്പിയാണ്. അതിനെ ആയിരിക്കും ഞങ്ങളന്ന് വില വല്ലതും ചോദിച്ചില്ല. 4 വാങ്ങിയിട്ടുണ്ട് നമ്മൾ. 4 പാക്ക് വാങ്ങിയിട്ടുണ്ട് റവ. റവ നമുക്ക് എന്താ വെച്ചാൽ ഉണ്ടെങ്കിൽ ഉപകാരമാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാം അല്ലേ? പെട്ടെന്നാകും ചെയ്യും. പെട്ടെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ചായ ആയിട്ടുണ്ട്. നമുക്ക് ചായനെ അങ്ങോട്ട് ഇറക്കിയേക്കാം. ചായയിൽ പഞ്ചസാര ഇട്ടില്ല കേട്ടോ. ആദ്യം റവനെ ഒന്ന് വാട്ടിയെടുക്കണ്ടേ? വാട്ടിയെടുക്കണം. ഒന്നോട് വറുത്തെടുത്തേക്കണേ. ഞാനൊരു കേക്കിൽ ചെറുതായിട്ട് നമുക്ക് ഈ കുടുക്കനെ വെച്ചെടുക്കാം. തീ വെറുതെ വേസ്റ്റ് ആക്കേണ്ട എഴുതിയിട്ടാണ്. ഇതടക്കട്ടെ. അയ്യോടെ ചോറിന് അടുത്തന്നെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മളുടെ ചട്ടി വെക്കാം. ചട്ടി വെച്ചിട്ട് കടുകൊട്ടിക്കല്ലേ? കടുകൊട്ടിക്കല്ല, ചെറുള്ളി ഇവിടെ കിട്ടാൻ പാടാണല്ലേ? കാണില്ലേ? കടുക് റവന തട്ടിക്കണ്. പഴയ അടുപ്പിന്റെ സുഖം കിട്ടണില്ല കഴിച്ചത്. ഇത് പറ്റാണ്ട് കുനിയണം. പറ്റ കുനിയണം. അതിന് ഞങ്ങളുടെ ഉപ്മ റെഡി, ചായ റെഡി. ഉപ്മാവ് ചായ ഓക്കെ. ഇതൊന്ന് വേഗം കഴിച്ചു നോക്കാം. ഉപ്പുണ്ടോ? എന്താ അവസ്ഥ? ഉപ്പ് പാകാം അല്ലേ? ചായയിൽ മധുരമുണ്ടോ? കുടിച്ച ഇനിയിപ്പോ ഓക്കെ അല്ലേ? ഞങ്ങൾ ചായ കുടിക്കണം കേട്ടോ. ചായ കുടിക്കട്ടെ. ചോറ് അവിടെ തിളച്ചോണ്ട് നിൽക്കുകയാണ്. ചോറ് വേഗം കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചായ ഇപ്പോൾ പെട്ടെന്ന് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും തക്കാളി അരിയുക, കറിക്കുള്ള പരിപാടി വെക്കുക, കറിയും വെക്കുക, പോവുക. അത്രയല്ലേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഉള്ളിയും തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രം പോരല്ലോ, ഈ മുളക് കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുക. ഒരു 4 മുളക് കൊണ്ടുള്ള ചമ്മന്തി. അപ്പോൾ അതുകൊണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ചോറ് വെന്തില്ല കേട്ടോ. ചോറ് വേഗണുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മളെ ചമ്മന്തി കണ്ടോ? ചമ്മന്തി ആയിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായി. ഒരുമിച്ച് അഡ്ഡ മുളക്, മഞ്ഞൾ, മല്ലി,
ഇവിടെ ഒഴിച്ചു കൊടുത്താ ഒക്കെ കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞ ഒക്കെ എടുത്തേക്കൊന്ന് പോകുന്നു അല്ലേ? അപ്പോൾ പറഞ്ഞ പോലെ ഇന്ന് മധ്യപ്രദേശ് വിടും. മധ്യപ്രദേശ് വിടുക എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഉത്തർപ്രദേശിലാണ്. ആ ഒരു ഫോർട്ട്, അതായത് മധ്യപ്രദേശിന് ഉത്തർപ്രദേശിൻ്റെ ബോർഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 10-20 കിലോമീറ്റർ ഉണ്ട് ഗലഞ്ചാർ ഫോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഫോർട്ടിലേക്ക്. അത് പ്രശസ്തമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ പ്രശസ്തമാണ്. അതുപോലെ തന്നെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി കാണേണ്ട ക്ഷേത്രമാണ്, ഫോർട്ടാണ്. അതായത് ഫോർട്ടിനെ പറ്റിയാന്ന് വെച്ചാൽ ഗുഹകളും ക്ഷേത്രങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു കോട്ടയാണ് അത്. ഇന്നലെ ഞങ്ങൾ തീരെ സമയമില്ല. ഇന്നലെ ഇന്നൊന്നും സമയമല്ല. ഇപ്പോൾ കുക്കിങ് കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. 11:15 11:15 സമയം. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും 2:30-3 മണി ആ നേരമാവും. ഇത് കാടാട്ടോ. കാട് എന്ന് പറഞ്ഞാൽ അതിശക്തമായൊരു കാട് തന്നെയാണ്. ഇപ്പം മഴ പെയ്യാത്തതുകൊണ്ട് അറിയില്ല, പച്ചപ്പിന് ചെറിയ കമ്മിയുണ്ടെങ്കിലും അത്യാവശ്യം പച്ചപ്പോട് കൂടി നിൽക്കുന്ന കാട് തന്നെയാണ്. ഇതൊരു ചുരമാണ് കഴിച്ച്, ഒരു ചുരമാണ് നമ്മൾ ഇറങ്ങുന്നത്. അതായത് ഒരു എയർപിന്നാണ് അല്ലേ? അവിടെ അവിടെ എയർപിന്നെ നോക്കി പോവാം. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ പോയത് തന്നെയാണ്. എൻ്റെ മക്കളെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. ഒരു ലൈറ്റ് കോടയൊക്കെ ഉണ്ടായിട്ടാണ് നിൽക്കുന്നത് അല്ലടാ? ആ അറ്റത്തേക്ക് അല്ലാതെ പോകണ്ട കേട്ടോ. ഇത് വണ്ടി ഇവിടുന്ന് വന്നിട്ട് ഒടിഞ്ഞ് കിട്ടാത്തതൊക്കെ ആക്സിഡൻ്റ് ആയ സംഭവമാണ് ഈ കാണുന്നത്. പക്ഷേങ്കിൽ ഇവരിത് ക്ലിയർ ആക്കണം, എമർജൻസി ആയിട്ട് ക്ലിയർ ആക്കണം. ഒരു വണ്ടി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പോയി അല്ലേ? എത്രയോ താഴ്ച, അതായത് ഒരു 10-40 മീറ്റർ അല്ലേ? 50 മീറ്ററൊക്കെ ഉണ്ടാവും. അത്രയും താഴ്ചയുണ്ട്. പിന്നെ നമ്മളിതിലെങ്ങനെ ഇറങ്ങി അതിലിങ്ങനെ വീണ്ടും എയർപിൻ അടിച്ചിട്ട് നമ്മൾ അങ്ങനെ പോകുന്ന വഴി അതിലെയാണ്. അതിലൊരു ഒരു മലഞ്ചെരുവിലൂടെയാണ് പോകുന്നത്. ഇവിടെ ഈ ഒരു ചുറ്റുവട്ടാരത്തൊന്നും ഒരു വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോടാ. അതെ, അതിമനോഹരമായുള്ള സ്ഥലം കേട്ടോ. നമ്മൾ ഈ ഫോറസ്റ്റാണെന്ന് പറഞ്ഞില്ലേ, ഈ ഫോറസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നൊരു വ്യൂ ആണ്. മനോഹരമായില്ലടാ, നല്ല രസം കേട്ടോ കാണാൻ, സൂപ്പറായിട്ടുണ്ട്. എത്തിയിട്ടില്ലല്ലേ? എയർപിന്ന് മാത്രമുള്ള ടൈറ്റ് ചുരമൊന്നുമല്ല. നിങ്ങൾ ആ ചുരമൊക്കെ ഇറങ്ങി ആ കാടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ടൗണാണ് അല്ലേ? ഇവിടെ ആവശ്യ സാധനങ്ങളൊക്കെ എല്ലാം കിട്ടുന്ന ഒരു ടൗൺ തന്നെയാണ്. നമ്മളിങ്ങനെ ഓടാ പോകണ്ടേ? ഫോർട്ടിലേക്ക് ഉള്ള വഴി ഇതിലാണ്. അതാ കളിഞ്ചാർ എന്നൊക്കെ 26 കിലോമീറ്ററാണ് ഇവിടുന്ന്. നമുക്ക് പക്ഷേ ഫോർട്ടിലേക്ക് 31 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഈ എംപിൻ്റെ യുപിൻ്റെ ബോർഡർ ഏരിയയിൽ കൂടെയാണ് നമ്മൾ പോയോണ്ടിരിക്കണത്. അപ്പോൾ ഇവരുടെ ഒരു ജീവിതശൈലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഒരു കാര്യമായിട്ടൊരു വികസന കാര്യമൊന്നുമില്ലേ? അതാണ് റോഡുണ്ട്. ഗൈസ്, നമ്മൾ ഈ കാണുന്ന റോട്ടിലൂടെ ഇങ്ങനെ പോവായിരുന്നു. നമ്മൾ പോവേണ്ടത് അങ്ങോട്ടാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഗ്രാമങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഒരുപാട് ദൂരം ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ വണ്ടി ഇങ്ങനെ സൈഡാക്കിയിട്ടുണ്ട്. എന്താ പരിപാടി? ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 1:20 നമ്മൾ പോകാൻ പോകുന്ന ഫോട്ടോ ആട്ടത്. ആ മലൻ്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴൊക്കെ നമ്മളിപ്പോൾ ഉത്തർപ്രദേശിൽ കയറിയിട്ടുണ്ട് കേട്ടോ. യുപിയിലേക്ക് ബോർഡർ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെക്ക് പോസ്റ്റ് കാര്യമൊന്നും കണ്ടില്ല. മധ്യപ്രദേശിൽ ചെക്ക് പോസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഉണ്ടോ അറിയില്ല, മുന്നിലുണ്ടാവാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട്. നോക്കാം നമുക്ക്. ഈ മെയിൻ റോഡിൽ നിന്ന് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു വഴിയിലൂടെ ആയിട്ട് പോകുന്നത്. വളരെ ചെറിയൊരു വഴിയാണ്. ഇതൊരു ചുരം പോലെ നമ്മൾ വന്ന വഴിയാണ്. അവിടെ അടിയിൽ ആ ഗ്രാമം, ആ ടൗൺ കാര്യമൊക്കെ അവിടെ ആ ഭാഗത്താണ്. നമ്മളങ്ങനെ ഈ ഒരു പർവ്വതത്തിനെ ഇങ്ങനെ അടിഭാഗത്തൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് അങ്ങനെ പോവാണ്. ചെറിയ വഴിയാണ് അല്ലേ? ഇതിലൊക്കെ നല്ല മുളയാണ് അല്ലേ? മുളപ്പച്ചാണ് കാണുന്നത്. നല്ല രസമുണ്ട്. അതിന്റെ മേലാണ് ഉണ്ടാക്കുന്ന ചെങ്ങന്മാര് പോട്ട്. വേറെ ഒന്നുമില്ല അല്ലേ? ഓന്റെ മോനെ, ഇവിടേക്ക് കയറിയപ്പോ തന്നെ വ്യൂ കയറിയല്ലേ? പിന്നോട്ടിയാ ചുറ്റുവട്ടാരം ഫുള്ള് കാണാൻ വേണ്ടി പറ്റുണ്ടല്ലോ. നമ്മള് പോകുന്ന അവിടുന്ന് കേട്ടോ. തലക്കെന്ന് എന്ന ലുക്കില്ലേ? താഴത്തേക്കൊക്കെ എത്ര മേലൊക്കെ നമ്മള് കേറിപ്പോ ഇനിയും കേറാണ്ടല്ലോ. ഇനിയും കേറാണ്ട് അല്ലേ? കവാടത്തിലേക്ക്. ഇവിടെ അധികം ആളുകളൊന്നും ഇല്ല. ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയി കിടക്കുവാണ്. നമ്മൾ കയറി പോകണത് പടുക്കൂറ്റ കവാടമായിരുന്നത്. ഇവിടെ മേലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു ഫ്ലാഗ് നല്ല രീതിയിൽ പറന്നുകൊണ്ടിരിക്കുവാണ്. 50 റുപ്യ കേട്ടോ. അത് 25, 50 അങ്ങനെയാണ്. 2 പേർക്ക് 50. നമ്മുടെ വണ്ടി ഗതച്ചു പോയി.
ഇനി ഇവിടുന്ന് നമ്മൾ ഇതിൽ ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കടന്ന് കയറിയിട്ട് അങ്ങനെ പോകണം ഉള്ളിലേക്ക്. കുറച്ച് ദൂരം കൂടെ പോകണം. മെയിനായിട്ടുള്ള സ്പോട്ടൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ കയറുവാണ്. നമ്മളവിടുത്തെ പേര്, മൊബൈൽ നമ്പർ, പിന്നെ നമ്മുടെ സ്ഥലം. അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കോട്ടയിൽ കയറിയിട്ടുണ്ട്. കണ്ട കോട്ടക്കാരൻ. ഇവിടെ നമ്മൾ വണ്ടി നിർത്തി കൊടുത്ത് ഇവിടെ ഉണ്ടോ, ഇവിടെ ബഡാ ഗേറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ എഴുതിയേക്കുന്നത്. ബഡാ ഗേറ്റ് എന്താണ് അവർക്കറിയില്ല. ഏതായാലും ഇവിടെയാണ് ഇതിൻ്റെ ഒരു കൽജാ ഫോർട്ടിൻ്റെ ഒരു സൈറ്റ് പ്ലാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എങ്കിൽ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പലയിടങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ. ഇവിടുത്തെ പീസൊക്കെ പോയി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതാ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആരോ കാണുന്നത്. എന്നാൽ പിന്നെ പോയേക്കാം. ഫസ്റ്റ് അങ്ങോട്ട് പോയേക്കാം. ഇത് ഉത്തർപ്രദേശിലെ ബാദ ജില്ലയിലെ ഒരു ഫോർട്ട് നഗരമാണ്. അതായത് ഇതിനകത്ത് ക്ഷേത്രമുണ്ട്, ഗുഹകളുണ്ട്, ഇതുപോലത്തെ ഫോർട്ടുകളുണ്ട്, മോസ്കുകളുണ്ട്, കല്ലറകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ളൊരു ഫോർട്ടാണത്. നിസ്സാരമല്ല. നമ്മൾ ഫസ്റ്റ് പോകുന്ന ഒരു സ്ഥലമാണിത്. ബഡാ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. ബഡാ ഗേറ്റ് ബഡാബായി. ഇത് തികച്ചും കല്ലുകൾ കൊണ്ട്, ഇവിടുത്തെ ഈ കാണുന്ന കല്ലുകളുണ്ടല്ലോ, സിമെൻ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? സിമെൻറ്റ് പോലെ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫോർട്ട് തന്നെയാണ്. ഫോർട്ട് കാണാൻ അതിമനോഹരമാണ്, നല്ല രസമാണ്. ഇനിയിപ്പോൾ ഈ സൈഡിലേക്കൊക്കെ പോകുന്ന കഴിഞ്ഞാൽ കുറച്ച് സിമെൻറ്റ് കൊണ്ടൊക്കെ തേച്ചിട്ടൊക്കെ ഉണ്ടല്ലേ. ഇതിനിപ്പോൾ ഇവർ തേച്ചാൽ എന്തോ അറിയില്ല. ഏതായാലും ഫോർട്ടിൻ്റെ ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ അത് അതിമനോഹരമായി. അപ്പോൾ ഇതിൽ 2 സൈഡിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ട്. ഏതിലൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോവാം. മേലേക്ക് പോയി കഴിഞ്ഞാൽ മേലത്തെ ഒരു വ്യൂ അത് വേറെ ലെവലായിരിക്കും. ഇതൊക്കെ കോൺക്രീറ്റ് ചെയ്തണല്ലോ ഇവിടെ അല്ലേ. ഈ അടിഭാഗേ ഇവിടുത്തെ മെറ്റലിന് വേറെ കളറാട്ടോ, ഒരു ചുവന്ന കളറാണ്. ബഡാ ഗേറ്റ് അത്. ഇത് നമ്മൾ കണ്ടോളി മക്കളെ വ്യൂ. ഇതാണ്ടോ, ഇതാണ് നമ്മൾ താഴത്തുനിന്ന് കാണാൻ വേണ്ടി പറ്റും നമ്മൾക്ക് ഈ ഒരു മതിൽ എന്ന് പറയുന്നത്. ഫോർട്ട് കാണുന്നുണ്ടോ, അതിലൊക്കെ അങ്ങനെ വിരിഞ്ഞ് കിടക്കുവാണ് ഫോർട്ട്. അങ്ങനെ മൊത്തത്തിൽ കിടക്കുന്ന വലിയൊരു ഫോർട്ടാണ്. അവിടെയൊക്കെ ഇറങ്ങിക്കാൻ പറ്റും, ഇതിലൊക്കെ ഇറങ്ങി പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു നഗരത്തിൻ്റെ വ്യൂ, അതുപോലെ തന്നെ ആ ഗ്രാമങ്ങളുടെ വ്യൂ ഈ ഫോർട്ടിൽ നിന്നുകൊണ്ട് അല്ലേ. അന്നത്തെ കാലത്ത് ഇവരെ ഇത് 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു ഫോർട്ടാണ് ഈ ഒരു ഫോർട്ട്. 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചൊരു ഫോർട്ടാണ് ഈ ഒരു ഫോർട്ടിൽ. നിരവധി രാജവംശങ്ങൾ ഭരിച്ചിട്ടുള്ള ഒരു ഫോർട്ടും കൂടിയാണ് ഈ ഒരു ഫോർട്ട്. അന്നത്തെ കാലത്ത് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചിട്ട് ഇവിടെ നിന്നും നോക്കുമ്പോൾ എത്രങ്ങാനും ഏരിയയൊക്കെ ഇവർക്ക് കാണാമല്ലേ. അവിടെ നോക്കാജി, അതതിൻ്റെ പ്രത്യേകത. ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അല്ലേ. ഇപ്പോൾ ഇവരും തന്നെ ഈ കാടൊക്കെ വെട്ടുന്നുണ്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതുമ്മ കയറി നോക്കാം. ഇപ്പം ഇങ്ങോട്ട് പോകുന്ന പ്രത്യേകിച്ചൊന്നുമില്ല. ഫോർട്ട് നശിച്ചുകൊണ്ടിരിക്കുവാണ്, നശിച്ചു എന്ന് തന്നെ പറയാം. അതെ, ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ദൂരം പോയി നോക്കി, അവിടെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതങ്ങനെ ഒരു മതിലായിട്ട് അങ്ങനെ പോവാണ്. മതിലായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ടിലായിട്ടുള്ള, അതായത് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഗോപുരമായിട്ട് കിടക്കുന്ന സംഭവമുണ്ട്, അടുത്തേക്ക് പോയേക്കാം. അതുപോലെ തന്നെ ഇവിടെ താഴത്ത് ഒരുപാട് റൂമുകൾ പോലെ ഫില്ലറുകളൊക്കെ വെച്ച് ഒരു മുറ്റമാണത്. കണ്ടാ, നല്ല മനോഹരമാണല്ലോ കാണാനൊക്കെ. നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ടോ അല്ലേ. ആ കാര്യത്തിൽ അടിപൊളിയാട്ടോ, നല്ല വൃത്തിയുണ്ട്. നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ എന്താ നല്ല വ്യൂ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആദ്യം മേലേക്ക് കയറിയിട്ട് ആ ഒരു മേലത്തെ സംഭവം ഒന്ന് കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങാം. ഇതൊരു 4 ഫില്ലർമേ, അത് തികച്ചും പാറയാണ്, സിമെൻ്റ് ആണല്ലേ. സിമെൻറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ സംഭവമാണ്. ഇതിങ്ങനെ മണ്ഡപം പോലെയാണ്, ഒരു ചെറിയൊരു മണ്ഡപം പോലെയാണ്. അപ്പോൾ അതിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഇത് ഒരു സൈസ് കല്ലാണല്ലോ, ഒരു സൈസ് കല്ലാണ്. അങ്ങനെ ആകുമ്പോൾ കൊത്തിയെടുത്തേക്കുവാണ്. മേൽഭാഗത്ത് ചെറിയൊരു ഡിസൈനും കാര്യമൊക്കെ ചെയ്തിരിക്കണം. ഇവിടെ ചിലപ്പോൾ ഭട്ടന്മാർക്കൊക്കെ അന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറാം. അതായത് ഗുപ്ത രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ നിരവധി ക്ഷേത്രങ്ങളും ഗുഹകളും ഈ ഒരു ഫോർട്ടിനകത്ത് നിർമ്മിച്ചിട്ടുണ്ടെന്നാണ്. ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഒന്നിട്ട് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതായത് ഏകദേശം 5.7 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു ഫോർട്ട് മൊത്തത്തിൽ കിടക്കുന്നത്. ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 മുതൽ 12 മീറ്റർ വരെയാണ് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫോർട്ടിന് ഇതിൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ഇത്
ഫില്ലർ കല്ലുകൊണ്ട് തേച്ചും കല്ലുകൊണ്ട് ഉണ്ടാക്കി, അതുപോലെ തന്നെ മണലും സിമെൻറ്റൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയൊരു കോട്ടയാണ്, ഫില്ലറുകളാണ്. മേൽക്കൂര എന്നൊക്കെ പറയുന്നത് കല്ല് തന്നെയാണല്ലോടാ. ആ പിന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ ഒരു നല്ല ക്ലീനിങ്. ഇതാണ് ആ ഗേറ്റ് കേട്ടോ, മനസ്സിലായി എനിക്ക്. ബഡാ ഗേറ്റ്, അതായത് ഈ ബഡാ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ടൗണിലേക്ക് അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. അതായത് അന്നും ഇവിടുത്തെ ടൗൺ തന്നെയാണ് ടൗണ്. ആ ടൗണിലേക്ക് ഫ്രണ്ടായിട്ടാണ് ഈ ഗേറ്റ് നിൽക്കുന്നത്. അങ്ങോട്ട് ഇങ്ങനെ ആണ് ബഡാ ഗേറ്റ്. അതിൻ്റെ 7ഓളം ഗേറ്റുകളുണ്ട്. ഈ ബഡാ ഗേറ്റിന് സുരക്ഷിതത്വം ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇനിയും അങ്ങോട്ട് 6 ഗേറ്റുകളുണ്ട് എന്നുള്ളതാണ്. ചിലതൊക്കെ ഒറ്റക്കല്ലിൽ തീർത്തതുണ്ട്, വല്ലാതൊന്നും കൊത്തുപണി കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ കല്ല് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാണ്ട് ചെയ്തേക്കുവാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നുമില്ല. ഇതിനകത്ത് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആവാത്. അപ്പോൾ അതുപോലെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരറകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ വേറൊരു എന്താ പറയുക ഒരു ഹാളാണ്. അപ്പോൾ ഇവിടെയും തന്നെ ഇതേപോലെ തന്നെ ഒരുപാട് പില്ലറുകളിലൊക്കെ നിൽക്കുന്ന തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലഗേജൊക്കെ വെക്കാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ ഒരുപാട് ഇതുപോലത്തെ ചെറിയ കല്ലുകളൊക്കെ ഇടയിലൂടെ ഒക്കെ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. വിലങ്ങായിട്ടും കല്ലുകൾ തന്നെയാണ്. ഇനി ബഡാ ഗേറ്റിൻ്റെ വസ്തുക്ക് വന്നു കഴിഞ്ഞാൽ ഗേറ്റ് ഇപ്പോൾ അടച്ചിട്ടേക്കുവാണ്. നമുക്ക് അതുവഴി പ്രവേശനം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാവാതെ അടച്ചിട്ടത്. അതിനങ്ങോട്ട് നമുക്ക് പോകാനുള്ള വഴിയില്ല കേട്ടോ, അവരടച്ചിട്ടേക്കാണ്. പിന്നെ അവിടെ ഒരു ചേട്ടൻ ക്ലീനിങ്ങിലാണ്, നമ്മൾ മേലിന് കണ്ടിരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ബഡാ ഗേറ്റ്. ഓക്കെ, ചൗബേ മഹലിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇവിടെ അതാ കവാടത്തിൽ തന്നെ ഒരു നായ ഇരിക്കണം അല്ലേ. ഇത് കിഴക്കോട്ട് ദർശനമാക്കിയിട്ടാണ്, അതായത് നമ്മൾ വരുന്ന വഴിക്ക് അങ്ങോട്ട് ദർശനമാക്കിയിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ട് കിടക്കുന്നത്. ഏതായാലും ഇത് വളരെ നല്ല ഒരു ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. പണ്ടത്തെ നമ്മളുടെ എന്താ പറയുക ഇല്ലങ്ങളൊക്കെ അല്ലേ, ഇതൊക്കെ നമ്മൾ മരം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പിലൊക്കെ ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് കല്ല് മാത്രമല്ല സിമെൻറ്റ് കൊണ്ടാണ് ഈ വർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡ് കല്ല് അങ്ങനെയാണ്. നമുക്കതിനകത്തേക്കൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഈ പുറം ഭാഗം അകത്തെ ഭിത്തികളൊക്കെ കുമ്മായം പൂശിയതാണ്. ഒരു മഞ്ഞ നിറമുള്ള മണ്ണ് കൊണ്ടാണ് ചൗബി മഹൽ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. കയറി ഇതിനകത്ത് മരം ഉണ്ടടാ. ഉണ്ടാ, ഇതിൻ്റെ അകത്ത് മരമാണ് കേട്ടോ ഗൈസ്. ഇതിനകത്ത് നല്ല വർക്കൊക്കെ ചെയ്ത് അതിമനോഹരമാണ് അല്ലേ. അവിടേക്കൊക്കെ ചെറിയൊരു റൂം പോലുള്ളൊരു സ്ഥലമല്ലടാ. അവിടെ തന്നെ ആ സൈഡ് എടുക്കുന്നതിന് അവിടെ പുറത്തേക്കുള്ളൊരു വഴിയുണ്ട്, വേറെ ഒന്നുമില്ല. ഏറ്റവും മേൽഭാഗം മരം കൊണ്ട് ചെറിയ കൊത്തുപണിയൊക്കെ എടുത്ത്, പക്ഷെ മരമൊക്കെ നശിച്ചു പോയി അല്ലേ. മരമൊക്കെ പൊട്ടി പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. ഇത് മറ്റ് കൊട്ടാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ചെറുതാണ്. ഇത് 18-ാം നൂറ്റാണ്ടിലേതാണെന്നും ഇത് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് നശിച്ചു കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളൊരു വ്യൂ ആണ്. ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട്. പക്ഷെ എങ്കിലും എന്നാലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ അല്ലേ. എന്തൊരു ഭംഗിയുണ്ടോ. അന്നത്തെ ഭംഗി പറയണ്ട. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ അന്ന് അങ്ങനെ ആയിരിക്കും. ഇവിടെ ഒരു ഫില്ലർ ടൈപ്പിലൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ അല്ലേ, ഫില്ലറൊക്കെ കൊടുത്ത് കാലൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ജനാലുകളൊക്കെ കൊത്തിയെടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്, കല്ല് വെച്ചുണ്ടാക്കിയതാവാം. അങ്ങനെ നല്ല രസമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറിയാലോ. ഈ വർക്കൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മേൽ പാത്തി പോലെയൊക്കെ ചെയ്ത സംഭവമാണത്, ഒരു സൺസൈഡ്. നമുക്ക് അതിനകത്തേക്ക് കയറി നോക്കാം. അതിനകത്ത് കയറിയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, മണ്ണിൻ്റെ കളർ കൊണ്ട് തേച്ച് മിനുക്കിയ ഭിത്തികളാണ് എന്നുള്ളത്. ഇതൊക്കെ ഇപ്പോൾ പെയിൻ്റ് അടിച്ചോ ഈ മരങ്ങളൊക്കെ? വളരെ നല്ല വൃത്തിയൊക്കെയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തൊരു വർക്കാണോ ഡൗട്ട് ഉണ്ട് എനിക്ക്. നശിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇതിനകത്തേക്ക് ഒന്നുകൂടി ഉള്ളിലേക്ക് കയറാണ്ട്. നല്ല ഒരു ചൂടൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ അല്ലേ. നല്ലൊരു പാകത്തൊരിത് അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ സൈഡൊക്കെ വർക്കൊക്കെ അടിപൊളിയാണ്. പിന്നെ അങ്ങോട്ടാണ്ട് ഇരുട്ട് കേട്ടോ, വവ്വാലുകളുണ്ട് ഇതിൽ. ഞങ്ങളിതിൻ്റെ മേലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് 2 നിലകളിലായിട്ടാണ്. അതായത് ഒരു നിലയാണ് ഇത് 2ാമത്തെ നിലയാണത്. അവിടേക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു, പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇതിൽ വഴിയില്ല. ഇവിടെയൊക്കെ ആകെ പൊളിഞ്ഞു. അതിലൊക്കെ പോയി വല്ല അപകടം വരുത്തണ്ട അല്ലേ. ഇനി നമുക്ക് വണ്ടി എടുക്കാം. ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത്. അതിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒരുപാട് കോട്ടകളും ക്ഷേത്രങ്ങളും അതിലുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ആദ്യം ഇവിടെ ആരാമാർക്ക് വേണ്ട, അങ്ങോട്ട് പോയിട്ട് ഇവിടേക്ക് വരാം അല്ലേ.
ഗായ്സ് ഇതിലെ കുരങ്ങന്മാർ നല്ലോണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ നിൽക്കേണ്ടി വരും. ഞാൻ പോയി വന്നിട്ട് നിങ്ങൾക്ക് കണ്ട പോലെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് നീലകണ്ഠ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിനകത്തേക്കൊന്ന് കയറി നോക്കുന്നത് നല്ല വർക്കൊക്കെ ഉള്ള സംഭവം കേട്ടോ. ഈ ഫില്ലർമലൊക്കെ നല്ല വർക്കൊക്കെ ചെയ്തിട്ട് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ 2 നിലകൾ പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴത്ത് ഇരിക്കാൻ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ടല്ലോ. ഇവിടെ താഴത്ത് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ ഇതൊരു മണ്ഡപം പോലെയാണ്. ഇതിൻ്റെ താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണോ? ഇതിൻ്റെ താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ഇത് കുറേ അങ്ങോട്ട് പോവാണ്ടല്ലോ ഗായ്സ്. ഓ മൈ ഗോഡ്, ഇത് കുറേ പോവാണ്ട് കേട്ടോ. നിസ്സാരമല്ല, ഇതിനകത്തേക്ക് കയറിയിട്ടുള്ളൊരു സംഭവമാണത്. എന്താ നല്ല രസമാണ് ഇതിനകം. ഇത് ഇവിടുത്തെ വ്യൂവും തന്നെ അതിമനോഹരമാണ്. ഇത് അവിടേക്ക് അങ്ങോട്ട് ഇഷ്ടംപോലെ നടന്നു പോകാണ്ട്, നല്ല ദൂരം നടക്കാണ്ട്. പടിക്കെട്ടുകൾ ഇറങ്ങി പകുതി ആയിട്ടുള്ളൂ. ഇനിയോ കുറച്ചും കൂടി ഇറങ്ങി പോകാണ്ട് അവിടെ വരെ എത്തണം. നമ്മളാ കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴത്ത് അവിടെ വരെ എത്തണം. ഫുള്ളായിട്ട് ഇങ്ങനത്തെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പടിക്കെട്ടുകളാണ്. അതുപോലെ തന്നെ പിടിച്ചിറങ്ങാനും പിടിച്ച് കയറാനൊക്കെ വേണ്ടിയിട്ട് കൈവരികളും കൊടുത്തിട്ടുണ്ട്. ക്ഷേത്ര ഗുഹയാണ് കേട്ടോ, ക്ഷേത്ര ഗുഹയാണ്, അത് മറന്നു പോകരുത്. പിന്നെ ഇതൊക്കെ അന്ധകാലത്ത് നിർമ്മിച്ചതാണെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ ഈ ഒരു ഗേറ്റുമ്പോൾ കുറേ ശില്പങ്ങൾ ദേവീദേവ സങ്കല്പത്തിൽ കൊത്തിയതാവാം. ഏതായാലും അടിപൊളി. ഇറങ്ങിപ്പോ ഞാനങ്ങനെ താഴത്തേക്ക് നല്ല രീതിയിൽ ഇറങ്ങിക്കൊണ്ട് പോവാണ്. ഞാൻ ഇറങ്ങി കയറിയിട്ട് വേണം ഉക്കുവിന് വരിക. പോകുമ്പോഴത്തേനും ഇതുപോലത്തെ ചില നന്ദി രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകാൻ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടായതുകൊണ്ട് ഉക്കുവിനെ കൊണ്ടുവരാം ഞാൻ അവൻ പിന്നെ വന്ന് കണ്ടുപോകും. പിന്നെ ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഗുഹയായിട്ടൊക്കെ ചെയ്ത സംഭവമാണ്. അതിനകത്തും തന്നെ അടിപൊളിയാണ്. ശില്പങ്ങളൊക്കെ ഇട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ ഉണ്ടാനെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അമ്പ ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ. ഇതാരാ ശ്രീരാമനോ? അങ്ങനെ എന്നാൽ ഇനി താഴത്തേക്ക് വയ്ക്കാം. ഇതൊക്കെ ശിവലിംഗം കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഈ പാറയിൽ ഒരുപാട് ദേവിമാരാണ് കേട്ടോ. പക്ഷേ ഒക്കെ പൊട്ടിപ്പോയിണ്. വലിയൊരു സുഖം കിട്ടുള്ള അപ്പോൾ കാണും. ഇത് അങ്ങോട്ടൊരു ഗുഹയായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഒരു മഴ പെയ്താൽ വെള്ളം നിറയും തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നാലും ഇത് ഇവിടെ അകത്തൊരു ഫില്ലർ കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ പാറയമ്മൂടൊക്കെ. ഇതിനകത്തും തന്നെ ശിവലിംഗമാണല്ലേ. അതൊക്കെ ഇതിനകത്തൊക്കെ ശിവലിംഗമാണ്. ശിവലിംഗത്തിന്മേ മുഖത്തിൻ്റെ രൂപം കൂടി കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഗംഭീരമായി ഷാറായി. ഇതിനൊക്കെ ഒരു നമ്പർ ഇതുണ്ട്, KF 196 എന്നൊക്കെ പറഞ്ഞാണ്ട്. മൊത്തത്തിൽ ഈ ഒരു പാറ ഉണ്ടോ, ഇത് വലിയൊരു പാറയാണ്. ആ പാറയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്, നിസ്സാരമല്ല. ക്ഷേത്രം അവിടെയാണ്, ക്ഷേത്രത്തിൻ്റെ അടുക്ക് വേഗം. ഇതുണ്ടോ, എന്താ സംഭവിക്കുക മനസ്സിലായില്ല. കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സംഭവം തന്നെയാണ്. ഇതാണ്ടോ വലിയൊരു ശില ഉണ്ടാക്കിയിട്ട് ശിവൻ്റെയാണ്. ശിവൻ്റെ വലിയൊരു ശില കൊത്തി വെച്ചിട്ടുണ്ട്. അത് ആ പാറയിൽ തന്നെ ഫുള്ളായിട്ട് കൊത്തി എടുത്തതാണ്. ഇവിടെ താഴത്തേക്ക് വന്ന് സത്യം പറഞ്ഞൊരു ക്ഷേത്രത്തേക്ക് പോയ അതേ ഫീൽ. അദ്ദേഹത്തിൻ്റെ കാലും അതുപോലെ തന്നെ മാലയും പാമ്പും ഒക്കെ പാടെ ഭയങ്കര സംഭവമാണ്. നമ്മൾ കയറാത്തൊരു സംഭവമാണ് ഇത്, ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിനകത്തേക്കൊന്ന് കയറി വെക്കാം. ഇതൊക്കെ നല്ല രസമുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലാണ്. ഹിന്ദി തന്നെയാണ്. ഇതാണ്ട പടുക്കൂറ്റ ഫില്ലറാണ്. അങ്ങനെ ഒരു വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആ ഫില്ലർമലൊക്കെ ഓരോ ശില്പങ്ങളും കൊത്തിയിട്ടുണ്ട്. എല്ലാ ഫില്ലർമലും ഉണ്ട്. മേൽഭാഗത്ത് ഇതുപോലത്തെ ശിലോത്തിയുണ്ട്. അതിനകത്ത് ഞാൻ കയറി. അതിനകത്ത് വലിയൊരു ശിവലിംഗമാണ്. വലുതെന്ന് പറഞ്ഞാൽ വലിയ വലിപ്പമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നല്ല ശിവലിംഗത്തെ അവിടെ പൂജിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ വീഡിയോ എടുത്തില്ല, ഞാനായിട്ട് ഇറങ്ങിപ്പോന്നു. ഇനി ഇവിടുത്തെ താഴത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ കുക്കുവിനൊന്ന് വിടട്ടെ. ഇതുമലൊക്കെ ഉണ്ട് കാഴ്ച, ഒരുപാട് വർക്ക്. KF 147 149 എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാവും. ഞാൻ അതിൻ്റെ മേലേക്ക് അതിലങ്ങനെ കയറാൻ തോന്നുന്നു. ക്ഷേത്രത്തിൻ്റെ മേലേക്ക് അവിടെ കയറി കഴിഞ്ഞാലുള്ള വ്യൂ ഇങ്ങോട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും. ഇനി നമുക്കങ്ങനെ മേലേക്ക് പോവാം. ഉണ്ടോ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടോ?
ഇതൊക്കെ ഈ പാറയിൽ കൊത്തിയെടുത്തതാണ്. ഇതാണ് രാംകോട്ര പൗണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഈ ഒരു ടാങ്കിൽ നിന്ന്, ഈ ഒരു കുളത്തിൽ നിന്നായിരുന്നു. അതായത് നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു കോട്ടയിലേക്ക്, അടുത്തൊരു പാലസിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇത് രാജമ്മൻ സിംഗ് പാലസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഇതിൻ്റെ ഈ കോട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്നാൽ കോട്ടയുടെ അകത്ത് കയറി നോക്കാം. ഇതിന് തന്നെ മതിൽക്കെട്ട് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, അതാണ് മെയിനായിട്ട്. ഇത് 2 നിലകളാട്ടോ, 2 നിലകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതും തന്നെ കാണാൻ നല്ല രസമാണ്. നല്ല ചുണ്ണാമ്പ് കളറിലാണ് ഈ ഒരു പാലസ്. പിന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അതൊക്കെ അടച്ചിട്ടിരിക്കണല്ലേ. അതിനകത്തേക്ക് കയറാൻ പറ്റില്ല. നല്ല രസമുണ്ട് കേട്ടോ വർക്കൊക്കെ കാണാൻ, മേലത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഒരു തിളക്കപ്പോഴും ഉണ്ട്. പിന്നെ ഇവിടുന്ന് മേലേക്ക് നോക്കി അങ്ങോട്ടേക്ക് കാണാം. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ഒരു മുറിയുണ്ട്, ഇവിടെ ഒരു മുറിയുണ്ട്. ഇനി ഇതിനകത്ത് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേറൊരു വഴിയും കൂടി ഉണ്ട്. എൻ്റെ ഇവിടെ എത്തിയുണ്ട്. ഞാൻ അടുത്തുള്ളൊരു സംഭവമാണത്. ഇനി ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം. ഇത് എന്താണെന്ന് ഇവിടെ ബോർഡ് കാര്യമൊന്നും കണ്ടില്ല. പക്ഷേ എങ്കിൽ ഇതൊരു പാലസ് തന്നെയാണ് കേട്ടോ അല്ലേ, ഇതൊരു പാലസ് തന്നെയാണ് അറിയാം. ജനലുകളൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ അജ്ജും പുള്ളിയൊക്കെ അല്ലേ, മേലെ കൂടെ ഒക്കെ ഉണ്ടോ, നല്ല വർക്കൊക്കെ ചെയ്തതാണ്. സൂപ്പറാട്ടോ. താഴത്തൂടെ ഒക്കെ ഫുള്ളായിട്ട് ഒരു സിമെൻ്റൊക്കെ ഇട്ട് സെറ്റപ്പാണ്. ഇവിടെ ഇത്രയും ക്ലീനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. തിന്നാണ്ട കാട്ടിക്കുന്ന എത്താ പോലെ റേഞ്ച് എങ്ങനെ ഇവിടെ ഇടാൻ തോന്നി അവർക്ക്. അടിപൊളിയല്ലേ, അടിപൊളി സൂര്യൻ. ഓക്കെ കയറി വെക്കാം. വവ്വാലുകളുടെ സ്മെല്ലുണ്ടല്ലോ അല്ലേ. ഓ നല്ല ഭംഗിയുണ്ടല്ലേ ഇതിനുള്ളിൽ കാണാൻ അല്ലേ. സംഭവം കുറച്ച് പെയിൻ്റൊക്കെ പോയതാണ് ഇരാനൊക്കെ ആണെങ്കിലും ഇപ്പോഴും നല്ലൊരു ഭംഗി. ഇപ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ടല്ലോ, വലിയൊരു കേടുപാടൊന്നും സംഭവിക്കാതെ അല്ലേ. ഇതിൻ്റെ മേലേക്ക് കയറാൻ പറ്റും. ഇവിടെ രണ്ട് ഫില്ലറുമലാണ് ഇതിങ്ങനെ ഒരു ആർച്ച് ടൈപ്പിൽ ചെയ്തേക്കുവാണ്. അത് അങ്ങോട്ട് ഒരറ്റം വരെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. ഉള്ളിലേക്കട് കയറി കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന അതൊരു മണ്ഡപം പോലെ ഇവിടെ കിടക്കുവാണ്. നമ്മൾക്ക് ഇങ്ങനെ വലതുവശത്ത് കൂടെ കയറിയിട്ട് വവ്വാലുകളുടെ ശല്യം ഉണ്ട് കേട്ടോ. ഇതിന് 4 വശത്ത് കൂടെ ഇങ്ങനെ വഴിയുണ്ട്. ഇതിൽ അങ്ങോട്ട് കയറിയിട്ട് ഇറങ്ങാം, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി ഇറങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ കുറച്ച് സ്പേസ് വരെയൊക്കെ ഉള്ളതാണ്. അത് അന്ന് ചിലപ്പോൾ വല്ല വെളിച്ചത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങളൊക്കെ വെക്കാനോ ഒക്കെ ആയിരിക്കാം ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ ഇതിൻ്റെ മേലേക്ക് ആൾക്കാരുണ്ടേ, അവരൊക്കെ ഇങ്ങനെ കയറി ഇതിൻ്റെ മേലേക്ക്. ഇത് വേറെ ഏതെങ്കിലും വഴി ഉണ്ടടാ പുറത്ത് കൂടെ? ഇതൊന്നും വഴിയില്ലല്ലോ, ഇല്ല. പിന്നെ ഇതിൻ്റെ മേലേക്ക് എങ്ങനെ കയറി? ഏതിലൂടെ കയറി? ഓ മൈ ഗോഡ്, ഇതിൻ്റെ മേലേക്ക് ഇതിലാണ് കയറിയതേ. ഇതിൽ ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കഴിച്ചു. ഓ ഉണ്ടാ, അത് ചെറിയൊരു സ്റ്റെപ്പാണ്. ഇതിനെ കയറി പോവാം. ഇതൊക്കെ ഇതിനുള്ളുണ്ട്. തലത്തുമ്മലല്ലേ കമ്പ അറിയണം. ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇത് പാലസാണേ. ഓ ഇതിൻ്റെ വർക്കൊക്കെ നോക്കാം, അതിഗംഭീരമായിട്ടുള്ള വർക്കുകളാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാലൊരു വ്യൂ കണ്ട, ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ അടുത്തുള്ള ഫോട്ടോകളൊക്കെ ശരിക്കും കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ വട്ടന്മാരൊക്കെ അനക്കും. ഇനി ഇവിടെ വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറിയാലോ. ഇതിനകത്ത് കയറിയ 4 ഭാഗത്തേക്ക്. മേലെ എന്തോ ഒരു സംഭവം കൂടിയിട്ടാണ്. അങ്ങനെ പിന്നെ ഈ പുറത്തേക്കട്ട് ഇറങ്ങിയാൽ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് കാണാം. ഉണ്ടാ, നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. സൂപ്പറാണ്. ഫസ്റ്റ് നമ്മൾ അതിൽ പോയി എന്നിട്ട് അങ്ങനെ കറങ്ങി ചുറ്റി അങ്ങനെ പോന്നു. ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട്. ഞങ്ങളിപ്പോൾ പ്രധാനപ്പെട്ട മാത്രമാണ് കുറച്ചുണ്ടാവുള്ളൂ. ഞങ്ങൾ പ്രധാനപ്പെട്ട മാത്രമാണ് ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊക്കെ ഉണ്ട് അല്ലേ. ഇത് പലതും പല ഡിസൈനൊന്നല്ലല്ലോ, ഒക്കെ ഒരു ഡിസൈനും. അത് ആദ്യം ഇറങ്ങല്ലേ. ഇനി ഇവിടുന്ന് ഇതിൻ്റെ മേലൊക്കെ നോക്കിയാൽ റാണി മഹൽ ഇങ്ങനെ കാണാം കേട്ടോ. ഇതിൻ്റെ മേലിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? പക്കത്തേക്ക് നിൽക്കണ്ട, പഴയ ഇതല്ലേ. റാണിമാല ഇങ്ങനെ കാണാം, വലിയ ഗോപുരങ്ങളൊക്കെ ആയിട്ട്. അവിടെ വാ. ആണ് നമ്മളിവിടെ അവസാനമായിട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്ന പാലസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹലോ, ആരെങ്കിലും ഉണ്ടോ? എന്താ
ഓ ഇതാ ഇവിടെ നോക്കിയ പോലെ അല്ല കേട്ടോ, ഇതൊന്നിലേറെ ഇപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്നും കൂടി കളർ കൂട്ടിയാണല്ലോ. അപ്പോൾ അവിടെ നല്ല ഭംഗിയാണ് കാണാല്ലേ. സൂപ്പറായില്ലേ മോനെ. അടിപൊളി. ഇങ്ങനെ തന്നെ വേണ്ടത് അല്ലേ. മേൽഭാഗത്തേക്ക് കയറാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഉണ്ടാകും എവിടെയെങ്കിലൊക്കെ ഒരു ഹൈഡായിട്ട് കിടക്കുന്ന വഴിയൊക്കെ. അപ്പോൾ ഇത് കണ്ടു ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണല്ലേ. അപ്പോൾ ഇതിലൊരു വഴിയുണ്ട്, ഇതിൽ പോയാലും എടുക്കാം. വഴി തന്നെ ഉള്ളൂ അല്ലേ, ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ വഴി. അത് കഴിഞ്ഞു. ഇവിടെ എന്തൊരു കിച്ചൺ പോലെയൊക്കെ എമ്മ ഹൈറ്റ് കളിയാ. പിന്നെ ഇപ്പം ഞാൻ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടേക്ക് വൃത്തിൻ്റെ നോക്കണ്ട. ഈ ഗ്രൗണ്ട് ഏരിയയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കിടക്കണ്ടോ? ഒന്നുമില്ല, ഒക്കെ ഒരു ഫുൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അതാണ് പഴയ കല്ലുകൾ. മണ്ണടാ ഉണ്ടാ, വെറും മണ്ണ്, കല്ല് വെച്ചിട്ട് മണ്ണ്. ഇപ്പോഴത്തെ ഇവിടുത്തെ വീടുകൾ വരെ ഇപ്പോഴും വില്ലേജത്തെ വീടുകളൊക്കെ ഇപ്പോഴും ഇതേപോലെ മണ്ണ് ചവിട്ടി കുഴച്ചുണ്ടാക്കിയാവുമ്പോൾ കല്ല് വെച്ച് പടുത്ത് ഉയർത്തി ഉണ്ടാക്കുന്ന വീടുകളാണ്. ഈ മരമൊക്കെ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഇതിൻ്റെയൊക്കെ സ്ട്രോങ് അപ്പോൾ അല്ലേ. ഏതാ മരം? ഹലോ. അതിലെ മേലക്കുള്ള വഴി ഇതിലാണ്. ഫുള്ള് ഇരുടാണല്ലോ. 2 വഴിയുണ്ട്, ഒന്ന് അതിലുണ്ട് ഒന്ന് ഇതിലുണ്ട്. നമ്മളിതിലും നോക്കട്ടെ. ഇതെന്താടാ, ടോയ്ലറ്റാ? ടോയ്ലറ്റാണല്ലേ. എനിക്ക് തോന്നുന്നുണ്ട്. ആ ലൈറ്റ് എന്ന് വെച്ചാൽ ഫ്ലാഷ് എന്ന് വെച്ചാൽ ഇതെന്തായിരിക്കും? ടോയ്ലറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ ആണെങ്കിൽ ശരിക്കും അങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഇരിക്കാം ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ. വലിയൊരിതൊന്നുമില്ല അല്ലേ. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. അതറിയാമെങ്കിൽ ഇവിടെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. അടുത്തതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു റൂമായിരുന്നത്. ഇതിലായിട്ട് ബൈപ്പാസ്സാണ്. ഈ ഒരു വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ഹാളിലും തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഗ്യാപ്പുകളുണ്ട്, മേൽഭാഗത്തും ഉണ്ട്. ഇതിലേക്ക് കൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ മരം വെച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആ മരമൊക്കെ ഇപ്പോൾ നശിച്ചു പോയതാണ്, മനസ്സിലായോ? ഇത് 2 നില ആയിരിക്കാമെന്ന് സാധ്യത ഉണ്ട്. അപ്പോൾ പൊളിഞ്ഞു സംഭവം ശരിയാഴ്ച നോക്കാം. അവിടെ ഉണ്ട് ഈ ഹോളുകളുണ്ട്, ചെറുത്. ഈ ചെറിയ ഹോളുകളിൽ മരം ഇട്ടാണ്ടാണ് പെയിൻറ്റ് അതേപോലെ കിടക്കുന്നത്. അപ്പോൾ ഇത് 2 നിലയാണ്. ആ മേലത്തെ നിലയ്ക്കുള്ള സാധനങ്ങൾ വെക്കാനുള്ള റാക്കുകളാണത്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിൻ്റെ 4 ഭാഗവും 4 ടൈപ്പിലാണ് കിടക്കുന്നത്. പിന്നെ ഇതിനകത്തുകൂടി കയറാറുണ്ട്. അങ്ങോട്ട് കയറിയിട്ട് എസ്കേ അടിക്കാം. ഇതിലേറ്റവും മേലേക്കുള്ള വഴി ഉണ്ടോന്ന് വാടാ. ഇതിലേറ്റവും മേലേക്കൊന്ന് പോയിട്ട് വരാം. അപ്പോൾ മേലേക്ക് നശിച്ചാണ്. എന്നാലും ഇത് വഴി മേലേക്ക് പോകില്ലടാ. ഇതിലിങ്ങനെ വഴി ഉണ്ടായിരുന്നു കൈസ് മേലേക്ക്. അവിടെയൊക്കെ പോയി നിൽക്കാറ്. പക്ഷേ ഇവിടെയൊക്കെ പൊളിഞ്ഞാടി പോയില്ലേ. അപ്പോൾ നശിച്ചു പോയി. ഇതാണ് റാണി മഹലിൻ്റെ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഞാൻ ഇരുന്നത് ആ കാണുന്ന കിളിക്കൂട്ടിലാണ് അല്ലേ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഏതായാലും ഇത് നല്ല ഭംഗിയാട്ടോ കാണാൻ ഈ വർക്കൊക്കെ അല്ലേ. ആർച്ചിൻ്റെ വർക്ക് കാര്യങ്ങൾ. ഇത് പൊട്ടിയുണ്ടല്ലേ. മരം നോക്കാം, മരമൊക്കെ പൊട്ടിയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഏത് നിമിഷവും ഇത് നിലം പതിക്കാൻ സാധ്യത ഉണ്ട്. ഏതായാലും ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി, അത് കാണിച്ചു തരാനുള്ള ഭാഗ്യം ഉണ്ടായി. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അല്ലേ. ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങട്ടെ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മൊത്തത്തിൽ ടോട്ടലായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ റോട്ടിലേക്ക് എത്തട്ടെ. ഇന്നിപ്പോൾ എവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. 5 മണി സമയമായി. പോവാം. ആ കാണുന്ന മലയുടെ മേലെയാണ് ഫോർട്ട്. അതിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൊരു ഗ്രാമമാണത്. ഇവിടെ ഈ ഒരു ഇതെന്നാണ് ഇന്ന് വെള്ളം എടുക്കണം. വെള്ളം പറ്റ കഴിഞ്ഞു അല്ലടാ. വെള്ളമാണ് ഈ പോയിക്കൊണ്ടിരിക്കണത് കേട്ടോ. ഇതെന്താ ഇങ്ങനെ വെള്ളം വിട്ടണു? പിടി. മൊത്തത്തിൽ ഒന്നായിട്ട് താത്തി വെള്ളമാകുമ്പോൾ തട്ടിക്കണ്ട കേട്ടോ. ആ ലെവലിൽ അങ്ങനെ പിടിച്ചോ. സൂപ്പർ. ഇനി നമ്മൾ വെള്ളം നിറച്ചിട്ട് നമ്മൾ നേരെ പെട്രോൾ പമ്പോ ധാബയോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വേഗം സൈഡാക്കുക. കാരണം ഇന്ന് ക്ഷീണിച്ചു. അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഈ വെയിലിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ. ഒന്നോട്ടെ. ഞാനെന്നും തന്നെ ഒരു 7 മണി 7:30 ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു ധാബ കിട്ടിയിട്ടുണ്ട് അല്ലടാ. പതിവ് പോലെ ചായ കുടിച്ചിരിക്കുമായിരുന്നു. ഏതായാലും ഇന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. ഇനിയിപ്പോൾ നാളെ നമ്മൾ
വാരണാസിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഉറപ്പല്ല. ഇനി നാളെ ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എടുക്കാണ്ടെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ എടുത്തിട്ടേ പോവുള്ളൂ. എന്നാൽ പിന്നെ അങ്ങനെ ഈ ഒരു വീഡിയോ നമ്മളോട് ചോദിൻ്റെ അടുത്തുള്ള വീഡിയോ നാളെ വരാം. ഓക്കെ.